friends, welcome back to Nairah's kitchen. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗുലാബ് ജാമുൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇത് മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് പാൽപ്പൊടി, 3 ടേബിൾ സ്പൂൺ റവ, 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, 5-6 ഏലക്കയും വേണം. ഫസ്റ്റ് ഈ റവയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി പാൽപ്പൊടി എടുക്കാം. ഇത് ഞാൻ 250 ml 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ റവൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മൈദയും ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ മൊത്തം 8 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് അനുസരിച്ച് പാലൊഴിച്ച് ഇത് നല്ല സോഫ്റ്റാക്കി എടുക്കാം. ഇനി ഇത് കുറച്ച് നേരം മാറ്റി വെക്കാം. ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 6 ഏലക്ക ഇട്ട് കൊടുക്കാം. ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഒന്ന് തിളച്ച് കിട്ടണം. പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവാതിരിക്കാനായിട്ടാണ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. പാല് വേണം, നല്ല ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്തിട്ട് ബോൾസ് ആക്കാം. ഇതിപ്പോൾ കുഴപ്പമില്ല. ഈ ഒരു സൈസിലുള്ള ബോൾസ് ആക്കി എടുക്കണം. നന്നായിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ഈ സൈസിലായിട്ട് ബോൾസ് ആക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് കൂളാവാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. 30 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ ചൂടായി വരുന്നുണ്ട്. ഇനി ബോൾസ് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് കരിഞ്ഞു പോവും, നന്നായി കുക്കായി കിട്ടില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ബ്രൗൺ കളർ ആവണം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബോൾസും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെയും ബൈ.